Hello everyone, wishing you all a very good day. So today നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയിലെ ഒരു പ്രധാനപ്പെട്ട തിയറിയായ നമ്മൾ സോഷ്യലൈസേഷൻ നമ്മൾ പ്രോസസ്സിൽ പഠിക്കേണ്ട സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി ഓർ ദ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി ബൈ എറിക്സൺ ആണ്. സോ ആസ് വി ഓൾ നോ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ് അല്ലേ. അതിൽ നമ്മുടെ ഡെവലപ്പ് ചെയ്യേണ്ട ഒന്നാണ് പേഴ്സണാലിറ്റി ഓർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് പഠിക്കുമ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പഠിക്കാൻ നമുക്ക് സൈക്കോളജിയിൽ 4 മെത്തേഡ്സാണ് നമുക്ക് പ്രിഫർ ചെയ്യുന്നത്. വൺ ഈസ് സൈക്കോ അനലിറ്റിക് അപ്രോച്ച്, ദ സെക്കൻഡ് വൺ ട്രേറ്റ് അപ്രോച്ച്, തേർഡ് വൺ ഹ്യൂമാനിറ്റിക് അപ്രോച്ച് ആൻഡ് ലാസ്റ്റ് വൺ ദ ട്രാൻസാക്ഷണൽ അപ്രോച്ച്. ഈ പ്രോസസ്സിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മളുടെ തിയറീസൊക്കെ പറയുന്നത്. ആസ് വി ഓൾ നോ നമ്മുടെ യുണീക്കാക്കി നമ്മൾ കീപ്പ് ചെയ്യുന്നത് എന്താണ്, നമ്മളുടെ പേഴ്സണാലിറ്റിയാണ് അല്ലേ. സോ അത് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോ അനലിറ്റിക് അപ്രോച്ചിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു തിയറിയാണ്, ദാറ്റ് ഈസ് ബൈ എറിക്സൺ, നെയ്മഡ് എറിക്സൺസ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി ഓർ ദ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി. അക്കോർഡിംഗ് ടു എറിക്സൺ, സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻഡിവിജ്വലിൻ്റെ സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ആ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഏത് രീതിയിലാണ്, ദ ഇൻട്രാക്ടിങ് വിത്ത് ദ ഫാമിലി, പിയർ, സൊസൈറ്റി ആൻഡ് വിത്ത് ദ നേച്ചർ. അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും ഒരു ക്ലബ് ചെയ്തുകൊണ്ട് ആണ് എറിക്സൺ സോഷ്യലൈസേഷൻ പ്രോസസ്സ് പറയുന്നത്. അതിൽ അദ്ദേഹം 8 സ്റ്റേജുകളെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓരോ വ്യക്തിയും ഈ ഒരു 8 സ്റ്റേജിലൂടെ കടന്നു പോകുന്നു എന്നാണ് പറയുന്നത്, വിത്ത് റെസ്പെക്റ്റ് ടു ദ മെച്യൂരിറ്റി ആൻഡ് ദ വിസ്ഡം. ഓരോ വ്യക്തിയുടെയും മെച്യൂരിറ്റിയും വിസ്ഡത്തെയും വെച്ചുകൊണ്ടാണ് ഈ 8 സ്റ്റേജുകൾ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി ഓരോ സ്റ്റേജുകളിലും ഒരു വ്യക്തിക്ക് ഒരു സോഷ്യൽ ക്രൈസിസ് ഓവർകം ചെയ്യേണ്ടി വരും. ആ സോഷ്യൽ ക്രൈസിസ് എന്ന് പറയുന്നത് എന്താണ്, 2 നീഡുകൾ തമ്മിലുള്ള അന്തരങ്ങളാണ്. അതായത് ഒന്ന് സോഷ്യൽ നീഡും മറ്റൊന്ന് നമ്മുടെ സൈക്കോ സോഷ്യൽ കണ്ടീഷൻസും. ഓക്കെ, അതായത് ഒന്ന് നമ്മളുടെ സ്വന്തമായിട്ടുള്ള നീഡ്, മറ്റൊന്ന് സോഷ്യൽ നീഡ്. അങ്ങനെ ഈ 2 നീഡുകളുടെ ഇടയിൽ വരുന്ന ഒരു കോൺഫ്ലിക്റ്റിനെയാണ് ഇവിടെ ഓരോ ഏജിലും അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലും പറയുന്ന ക്രൈസിസ് ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഓരോ ക്രൈസിസുകളും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു പോസിറ്റീവ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഉണ്ടാവും ഇൻ ദ സോഷ്യൽ ആസ്പെക്റ്റ്. ക്രൈസിസ് നമുക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അവിടെ എന്തെങ്കിലും നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു നെഗറ്റീവ് സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ് ഉണ്ടാവുക. ഈ ഓരോ നമുക്ക് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലുള്ള റിയാക്ഷൻസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നൽകുന്നത് എല്ലാം നമ്മുടെ ഈഗോ സെൻട്രിക് ആയിട്ടുള്ള നമ്മളുടെ അറ്റൈൻമെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, എറിക്സൺ പറയുന്നത് ഓരോ സക്സസ്ഫുൾ കംപ്ലീഷൻ ആണെങ്കിലും അൺസക്സസ്ഫുൾ കംപ്ലീഷൻ ആണെങ്കിലും നമുക്കത് അറ്റൈൻ ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ഈഗോ സ്ട്രെങ്ത് വെച്ചിട്ടാണ്. ഓരോ സ്റ്റേജിലുണ്ടാവുന്ന നമ്മുടെ ഈഗോ സ്ട്രെങ്ത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസിൽ എന്താ പറയുക കേട്ടിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. എറിക്സൻ്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, അതിൻ്റെ ഒരു ഉത്തരമാണ് എന്ത്, ഈഗോ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഈഗോ സെൻട്രിക്. സോ അടുത്തത് നമുക്ക് ഇനി ഓരോ സ്റ്റേജുകളിലെയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. 8 സ്റ്റേജുകളുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ 8 സ്റ്റേജിനും ഓരോ പേരുകളുണ്ട്. അത് ഏത് ഏജ് ലിമിറ്റിലാണ് വരുന്നതെന്നും ഇവിടെ സ്പെഷ്യലായിട്ട് പറയുന്നുണ്ട്. ആ ഓരോ സ്റ്റേജിലും വരുന്ന ഈഗോ സ്ട്രെങ്ത് എന്താണെന്നുള്ളതും അവിടുത്തെ ക്രൈസിസ് എന്താണെന്നുള്ളതും ഒക്കെ ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ ദ ഫസ്റ്റ് സ്റ്റേജ്, അതായത് സ്റ്റേജ് 1, ഇത് എപ്പോൾ തൊട്ടാണ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ 0 to 1.5 ഇയർ, അതായത് നമ്മളുടെ ഇൻഫാൻസി പീരീഡാണ് ഈ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിൻ്റെ പേരാണ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ഓക്കെ, സോ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേജ് 1. അവിടെ പീരീഡ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്, 0 to 1.5 ഇയേഴ്സ്, അതായത് ഇൻഫാൻസി. സോ ഈ സ്റ്റേജിൽ നമ്മുടെ
ചെറിയ കുട്ടികളാണല്ലോ. അപ്പോൾ അവിടുത്തെ ഈഗോ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വെച്ചാൽ ഹോപ്പാണ്. ഓക്കെ, നമ്മളുടെ കുട്ടികളുടെ മനസ്സിലുള്ളത് ഹോപ്പ് ആൻഡ് ദ കെയർ ഫീലിംഗ്. അതാണ് നമുക്ക് ഇവിടെ നമ്മുടെ ഈഗോ സ്ട്രെങ്ത് ആയിട്ട് മെൻഷൻ ചെയ്യുന്നത്. നമ്മുടെ മദേഴ്സ് കൊടുക്കുന്ന പാമ്പറിങ്, അതേപോലെ തന്നെ ആ കെയർ പ്രൊട്ടക്ഷൻ, അതെല്ലാം ഇവർക്കൊരു പോസിറ്റീവ് എഫക്റ്റാണ് കിട്ടുക. ഓവർ കെയറിങ് അല്ലെങ്കിൽ മിസ്ട്രസ്റ്റ്, ഇതൊക്കെ ആ കുട്ടികൾക്ക് എന്തുണ്ടാവും, നെഗറ്റീവ് അപ്രോച്ചായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ഡെവലപ്മെൻറ്റാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യുകയെന്ന് വെച്ചാൽ നല്ല കെയറിങ് ആയിട്ടുള്ള ട്രസ്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന, നമ്മൾ മദർഹുഡിൽ നമ്മുടെ ഫീഡിങ്ങിലൂടെയൊക്കെ നമ്മളെല്ലാം കെയറൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി സെക്കൻഡ് സ്റ്റേജ് പറയുകയാണെങ്കിൽ, സെക്കൻഡ് സ്റ്റേജിൻ്റെ പേരാണ് അനാറ്റമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. അനാറ്റമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. ഇത് ഏത് ഏജ് ഗ്രൂപ്പാണെന്ന് വെച്ചാൽ 1.5 ഇയർ തൊട്ടിട്ട് 3 ഇയേഴ്സ് വരെ. ഓക്കെ, 1.5 to 3 ഇയേഴ്സ്. സോ നമുക്കറിയാവുന്നതാണ്, കുട്ടികളൊക്കെ വലുതായി വരുമ്പോൾ നമ്മൾ പറയില്ലേ, പ്രൈവറ്റ് പാർട്സൊക്കെ കവർ ചെയ്യാൻ ഷെയിമാണ്, അത് കാണിക്കരുതെന്നൊക്കെയുള്ള. സോ നമ്മൾ അനാറ്റമി ബേസിസിലാണ് നമുക്ക് അവരെ ടോട്ട് ചെയ്യുന്നത് അല്ലേ. അതേപോലെ തന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് അല്ലേ, പോട്ടി ചെയ്യണത്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഈ ഏജ് ഗ്രൂപ്പിലാണ് ട്രെയിൻ ചെയ്യണത്. സോ ഈ ഏജ് ഗ്രൂപ്പിന് നമ്മൾ പറയുന്നതാണ് ടോളർഹുഡ്. ഓക്കെ, ആ ടോളർഹുഡിലുള്ള കുട്ടികൾക്കുള്ള ഈഗോ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്, ഒരു വില്ലാണ്, എന്ത് കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു വിൽ. സോ ഇവിടെ നമ്മൾ ഒരു ക്രൈസിസ് ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ടോയ്ലറ്റ് ട്രെയിനിങ് ആണ്. നമ്മൾ ചെറിയ കുട്ടിയല്ലേ വെച്ചിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ് അധികം കൊടുക്കാതെ ഓവർ കെയറിങ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ സ്വന്തമായി ചെയ്യാനുള്ള ആ ഒരു വില്ല് നഷ്ടപ്പെടുകയും അവിടെ നമുക്ക് നെഗറ്റീവ് ഫീലിംഗ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും, ഒരു നെഗറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു അനാറ്റമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ടിൽ മോർ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ, അതേപോലെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട്, ബേസിക് അനാറ്റമിയെ കുറിച്ചിട്ടൊക്കെ പഠിപ്പിക്കാൻ ആണ് പോസിറ്റീവായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഓവർ കെയറിങ് ഇവിടെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അടുത്തതാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി വേഴ്സസ് ഗിൽറ്റാണ്. ഓക്കെ, ഐഡൻറ്റിറ്റി വേഴ്സസ് ഗിൽറ്റ്. ഈ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രീ സ്കൂളിംഗ് ഏജാണ്. ദാറ്റ് ഈസ് ഏജ് ഫ്രം 3 to 5. സോ ഇവിടെ വരുന്ന ഈഗോ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ പർപ്പസാണ്. ഓക്കെ, എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു പർപ്പസ് ഉണ്ടാവണം. ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ, അല്ലെങ്കിൽ പേര് ചോദിക്കുമ്പോൾ പറയാൻ, അല്ലെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഒരു ഇനീഷ്യേറ്റീവ് ചെയ്യാനുള്ള ഒരു മടി ഉണ്ടാവും. അതൊക്കെ നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് കുട്ടിക്ക് ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും നല്ല റിവാർഡ്സ് അങ്ങനെയൊക്കെ ഇതിൽ കിട്ടുന്നുണ്ടെങ്കിലാണ് അതിനനുസരിച്ച് പോസിറ്റീവായിട്ട് കുട്ടി റെസ്പോണ്ട് ചെയ്യുള്ളൂ. സോ ഇവിടുത്തെ ഈഗോ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പർപ്പസാണ്. പിന്നെ ഈ ഒരു ഏജിലാണ് നമ്മുടെ സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്യണത് അല്ലേ. സോ നമ്മുടെ സ്കൂള്, നമ്മുടെ നൈബേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് എല്ലാം ഇതിൽ നമ്മുടെ സോഷ്യലൈസേഷൻ പ്രോസസ്സിൽ നല്ലോണം ഇൻവോൾവ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അവരുടെയൊക്കെ പോസിറ്റീവ് റെസ്പോൺസ് നമുക്ക് പോസിറ്റീവായിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഇവിടെ നമുക്കൊരു എക്സ്പ്ലോർ ചെയ്യാനാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, കുട്ടി എക്സ്പ്ലോറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതേപോലെ ഇവിടെ ഫാമിലി വിട്ടിട്ട് സ്കൂൾ, നൈബേഴ്സ്, ഫ്രണ്ട്സ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്, അവരായിട്ടുള്ള ഒരു സോഷ്യലൈസേഷൻ വരുന്നത് ഇവിടെ നിന്നാണ്. ഓക്കെ, ഇനി അടുത്തതാണ് സ്റ്റേജ് 4, ദാറ്റ് ഈസ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഓക്കെ, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഇതാണ് നമ്മുടെ പ്രീ സ്കൂളിംഗ് കഴിഞ്ഞാലുള്ളത്. ഏതാണ്, എലമെൻ്ററി സ്കൂൾ ഏജ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ 5 to 12 ഇയേഴ്സാണ് നമ്മുടെ ഏജ് ഗ്രൂപ്പ് വരിക. സോ ഇവിടെ കുറച്ചും കൂടി നമ്മൾ ഡെവലപ്പ് ആകുമ്പോൾ കുട്ടികൾ കുറേ ആക്ടിവിറ്റികളിൽ ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങും. ലൈക്ക് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്പോർട്സ്, ടാലൻറ്റ് എക്സ്പോസ്, പിന്നെ അങ്ങനത്തെ കോമ്പറ്റീഷൻസൊക്കെ വരും. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈഗോ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കോമ്പിറ്റൻസ് ആണ്. ഓക്കെ, കോമ്പിറ്റൻസ്. ഇവിടെ ഇത് കൂടുതലും കോമ്പിറ്റൻസ് കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു വേദി, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് എന്ന് പറയുന്നത് എവിടെയാണ്, ഒബ്വിയസ്ലി സ്കൂൾ തന്നെയാണ്. ഓക്കെ, ഇവിടെ അതേ പിയർ, നമ്മൾ ടീച്ചേഴ്സ്, സ്റ്റാഫ്സ്, ഫാമിലി സപ്പോർട്ട്, ഇതെല്ലാം ആ കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റിന് നന്നായി ഹെൽപ്ഫുൾ ചെയ്യും. പിന്നെ കേട്ടനെ ഇതുപോലെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്, പ്രീ സ്കൂളിങ്ങിലും അതേപോലെ തന്നെ എലിമെൻ്ററി സ്കൂളിലും ഉണ്ടാവുന്ന കുട്ടിയുടെ ഈഗോ സ്ട്രെങ്ത് എന്താണെന്നുള്ളത്. അതേപോലെ തന്നെ ഈ ഏജ് ഗ്രൂപ്പിലുള്ള സ്റ്റേജുകളുടെ നെയിം എന്താണെന്നുള്ളത്.
സോ നെക്സ്റ്റ് വന്ന് ഫിഫ്ത്ത് സ്റ്റേജാണ്. ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നതാണ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഫ്ത്ത് സ്റ്റേജ് നമ്മുടെ അഡോളസൻ പീരീഡാണ്. ദാറ്റ് ഈസ് ഫ്രം ദ ഏജ് ഗ്രൂപ്പ് 12 to 18. ഈ സ്റ്റേജിലെ പേരാണ് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫെഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ആസ് പെർ ദ നെയിം ഇറ്റ് സെൽഫ് നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു സെൽഫ് ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരു വൺ സെൽഫായിട്ട് നിൽക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നമ്മളുടെ ഈഗോ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ഫെഡിലിറ്റിയാണ്. ഫെഡിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് മീൻസ് സെൻസ് ഓഫ് സെൽഫ് എന്നാണ്, ഓർ ട്രസ്റ്റ് ടു അവർ സെൽഫ്. അപ്പം നമ്മളോട് തന്നെ ചെയ്യുന്ന, നീതി പുലർത്തുന്ന ഒരു പീരീഡാണ് നമ്മൾ ഈ അഡോൾസൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഒരു സെക്ഷൽ ഐഡൻറ്റിറ്റി, അതേപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഐഡൻറ്റിറ്റി, നമുക്ക് എപ്പോഴും നമ്മളതായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ കാണിക്കാനല്ലേ ഇരിക്കുക. സോ അതാണ് നമ്മുടെ ഈഗോ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത്. നമ്മുടെ പിയേഴ്സിൻ്റെ ഇടയിൽ സ്റ്റാർ ആവാൻ നോക്കുക, അല്ലെങ്കിൽ ഒരു ഗ്യാങ് ലീഡർ ആവാൻ നോക്കുക, ടീം ലീഡർ ആവാൻ നോക്കുക. അങ്ങനത്തെ ഒരു റെസ്പോൺസിബിൾ ടേക്കിംഗ് ഒക്കെ ആയിട്ട് നമ്മുടെ ഐഡൻറ്റിറ്റി റിലീവ് ചെയ്യാനുള്ള ഒരു ടൈമാണ് ഈ അഡോൾസൻ പീരീഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് ആയിട്ട് വരുന്ന എല്ലാ സോഷ്യൽ റിലേഷൻഷിപ്സ്, ലൈക്ക് ഇപ്പോൾ നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ, സോഷ്യൽ ഈവൻറ്റ്സ് ആയിക്കോട്ടെ, അതേപോലെ ടൂർണമെൻറ്റ്, ഗെയിം, അങ്ങനത്തെ ഉള്ള എല്ലാ സോഷ്യൽ ഇൻട്രാക്ഷൻസാണ് ഇവർക്ക് ഒരു സെൽഫ് ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം. ഇവിടുത്തെ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് എന്തുതന്നെയാണ്? ഈ ഐഡൻറ്റിറ്റി കൺഫെഷൻ ഇല്ലാത്ത വരുമ്പോഴാണ്. സോ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫെഷൻ എന്ന് പറയുന്നത് അതാണ്. ക്ലിയർ ആയില്ലേ? സോ ഇവിടെ നമ്മുടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടേതായുള്ള ഒരു സെൽഫ് റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ ഒരു ഡിഗ്നിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് സ്റ്റേജ് 6. ഇവിടെ നമ്മൾ ഏർലി അഡൾട്ട്ഹുഡ്, ആ ഒരു പീരീഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫ്രം ഏജ് ഗ്രൂപ്പ് 18 to 30. സോ ഇവിടുത്തെ സ്റ്റേജിൻ്റെ പേരാണ് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. സോ ഇവിടെയൊക്കെ ആകുമ്പോൾ നമ്മളുടെ അഡോളസൻ പീരീഡ് കഴിഞ്ഞ് നമ്മളുടെ ഒരു ഫാമിലി ലൈഫ്, റിലേഷൻഷിപ്പ് ലൈഫാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്, അല്ലേ? ആ ഒരു പീരീഡാണ്. അപ്പോൾ ഇവിടെ തന്നെ ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ റിലേഷൻഷിപ്പിനെയാണ് മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾക്കുള്ള സോഷ്യൽ സർക്കിളിനെ കൂടുതൽ മോർ റിലേഷൻ കീപ്പ് ചെയ്യുക. അവിടുത്തെ ഒരു ഈഗോ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ലവ് ആണ്, അല്ലേ? സോ ലവ് മേക്ക് അവർ ബോൺഡ്സ് മോർ പ്രഷ്യസ്, അല്ലേ? സോ ഇവിടുത്തെ ഈഗോ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ലവ് ആണ്. ആൻഡ് ഇവിടുത്തെ ഇതിനുള്ള ഒരു ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ കാരണമാവുന്ന ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ റിലേഷൻഷിപ്സ് എങ്ങനെയാണോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും. സോ ഇവിടുത്തെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് സോഷ്യലൈസേഷനാണ് നമുക്കുള്ളത്, അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻഷിപ്സ് ആണ് നമ്മൾ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി വിൽ ലീഡ് ടു ഐസൊലേഷൻ, ഡിപ്രഷൻ, ലോൺലിനെസ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജാണ് സ്റ്റേജ് 7. ദാറ്റ് ഈസ് ഫ്രം ദ മിഡിൽ ഏജ്. ദാറ്റ് ഈസ് ഏജ് ഗ്രൂപ്പ് ഓഫ് 30 to 65. ഇവിടെ നമ്മളുടെ സ്റ്റേജിൻ്റെ പേര് ജനറേറ്റീവ് വേഴ്സസ് സ്റ്റാഗ്നേഷൻ എന്നാണ്. സോ ഇവിടുന്ന് ജനറേറ്റീവ് വേഴ്സസ് സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞ് മാക്സിമം നമ്മൾ എടുക്കാൻ നോക്കുന്ന ഒരു സമയമാണ്, അല്ലേ? സോ ഇവിടെ നമുക്ക് ഒരു ഈഗോ സ്ട്രെങ്ത് ആയിട്ട് വേണ്ടത് കെയർ ആണ്. നമ്മുടെ ഫാമിലി സപ്പോർട്ട്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നൊക്കെയുള്ള ആ ഒരു കെയർ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സായിട്ട്, അല്ലെങ്കിൽ ഈഗോ സ്ട്രെങ്ത് ആയിട്ട് ഉണ്ടാവുക. സോ ഇവിടുത്തെ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഈ പറഞ്ഞ പോലെ ഫാമിലി ബോണ്ടിങ്ങുകൾ കുറയും. നമ്മളുടെ ഇമ്പോർട്ടൻസ് കൂടുതലും കരിയറിന് വേണ്ടിയിട്ട് കൊടുക്കും. ഓക്കെ, സോ കരിയറാണ് നമുക്ക് അവിടെ ഡ്രൈവിംഗ് ഫോഴ്സായിട്ട് നിൽക്കുന്നത്. അതിലെ ഈഗോ സ്ട്രെങ്ത് ആണ് കരിയർ. സോ അതിനെ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് വീക്കായിട്ടുള്ള ഫാമിലി റിലേഷൻഷിപ്സിന് സാധ്യതയുണ്ട്. അതാണ് നമുക്കിവിടെ ജനറേറ്റീവ് വേഴ്സസ് സ്റ്റാഗ്നേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കൂടുതലും പ്രയോറിറ്റി എന്തിനാണ്? വർക്ക്, ഫാമിലി. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്കുള്ള ഓരോ സ്റ്റെപ്പുകൾ, ഒരു സ്പേസ് ടേക്കിംഗ് ആണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ് 8th സ്റ്റേജ്. 8th സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റഗ്രേറ്റീവ് വേഴ്സസ് ഡിസ്പയർ ആണ്. സോ ഇവിടെ നമ്മൾ ഇപ്പോൾ 30 to 65 വരെ പറഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ ഏജ് ഗ്രൂപ്പും ഇതിനാണ് വരിക. അതായത് ലേറ്റർ അഡൾട്ട്ഹുഡാണ് ഇവിടെ നമുക്ക്, അല്ലേ? സോ ഇവിടുത്തെ നമ്മുടെ ഈഗോ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വിസ്ഡമാണ്. ഇവിടെ എന്താണ് വിസ്ഡം എന്ന് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ മെച്യൂരിറ്റി ആൻഡ് വിസ്ഡമാണ് നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ മെയിനായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മുടെ
സോഷ്യൽ റിലേഷൻഷിപ്സൊക്കെ കുറഞ്ഞ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഒക്കെ കുറഞ്ഞ് നമ്മൾ പണ്ടത്തെ പോലെ തന്നെ ഐസൊലേറ്റഡ് ആവാൻ മെയിനായിട്ട് തുടങ്ങും. നമ്മുടെ റിലേഷൻഷിപ്പ് സർക്കിൾസൊക്കെ ഭയങ്കര നാരോ ആയിട്ട് വരും. സോ ഇവിടെ നമ്മുടെ ടൈം, നമ്മുടെ ലൈഫ് വൈസ്ഫുള്ളി അത് എഫക്റ്റീവ് ആക്കാൻ ശ്രമിക്കുന്ന ആ ഒരു വിസിഡത്തിനെയാണ് നമ്മുടെ ഈഗോ സ്ട്രെങ്ത് ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ റിട്ടയർമെൻറ്റ് ലൈഫാണ്, അതല്ലെങ്കിൽ വീഡോ ലൈഫാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എങ്ങനെ എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് എത്രത്തോളം എനർജറ്റിക് ആയിട്ട് നമ്മൾ അതിനെ കീപ്പ് ചെയ്യുന്നു എന്നുള്ള ഒരു സെൻസ് ഓഫ് ഫുൾഫിൽമെൻ്റ് ഉണ്ട്. അതാണ് അതിന് നമുക്ക് വൈസ്ഫുൾ ആയിട്ടുള്ള വിസ്ഡം ആണ് നമുക്ക് ഇവിടെ ഈഗോ സ്ട്രെങ്ത് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മൾ കേട്ടിട്ട് വരുന്നത് എറിക്സൻ്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ എത്ര സ്റ്റേജസ് ആണുള്ളത്, പിന്നെ എറിക്സൻ്റെ ഡെവലപ്മെൻറ്റിൽ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എത്രാമത്തെ സ്റ്റേജാണ്, അത് ഏത് ഗ്രൂപ്പിനുള്ളതാണ് എന്നുള്ളത് വരാറുണ്ട്. അവിടെ വരുന്ന ഈഗോ സ്ട്രെങ്ത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, അനാട്ടമി വേഴ്സസ് ഷെയിം, ഇതെല്ലാം ഏത് സ്റ്റേജിലാണ് വരുന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. പ്രീ സ്കൂളിങ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ ആ സ്റ്റേജിൽ പറയുന്ന പേരെന്താണ്, അവിടുത്തെ ഈഗോ സ്ട്രെങ്ത് എന്താണ്, അങ്ങനെയുള്ള സ്റ്റേജസുകളുടെ പേരും അതിൻ്റെ ഏജ് ഗ്രൂപ്പും അതുപോലെ തന്നെ അവിടുത്തെ ഈഗോ സ്ട്രെങ്ത്തും അവിടുത്തെ കോൺഫ്ലിക്ട്സും ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ചോദിക്കാറുണ്ട്. താങ്ക് യു.